24 എക്സ്ക്ലൂസീവ്. കൊച്ചിയിലെ നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചത് GCDA ചെയർമാൻ. ഉദ്യോഗസ്ഥരുടെ എതിർപ്പ് മറികടന്നാണ് ചെയർമാൻ K. ചന്ദ്രൻപിള്ള നൃത്തപരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചത്. GCDAയുടെ നടപടിക്രമങ്ങളുടെ നോട്ട് 24-ന് ലഭ്യമായിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, കോർപ്പറേഷൻ തുടങ്ങിയവയുടെ NOC നേടാതെയാണ് അനുമതി നൽകിയത്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഈ പ്രശ്നത്തിന് ശേഷം GCDA വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അന്ന് ഈ ചോദ്യങ്ങളൊക്കെ വളരെ വിശദമായി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. അന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അവർ വിശദീകരിച്ചിരുന്നില്ല. പരിശോധിക്കട്ടെ എന്നുള്ള നിലപാടായിരുന്നു. ഇപ്പോൾ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള വ്യക്തതയാണ് വരുന്നത് ശ്യാം? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൈവശമിരിക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഈ പരിപാടിക്ക് കൈമാറേണ്ട എന്നുള്ളതായിരുന്നു. ഇവരുടെ മൃദംഗവിഷിൻ്റെ അപേക്ഷ ലഭിച്ചപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുകയും അത് നോട്ടായി എഴുതുകയും ചെയ്തത്. പിന്നീട് GCDAയുടെ സെക്രട്ടറിയും ഇതേ അഭിപ്രായം തന്നെ നോട്ടിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ചെയർമാനാണ് ആ ഭാഗം, ആ സ്റ്റേഡിയം പൂർണ്ണമായും വിട്ടുകൊടുക്കണം എന്നുള്ളത്, ടർഫ് ഒഴിച്ചുള്ള ഭാഗം വിട്ടുകൊടുക്കണം എന്നുള്ളത് നോട്ടിൽ എഴുതുകയും 9 ലക്ഷം രൂപ വാടകയായും 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റായും വാങ്ങാമെന്ന് എഴുതുകയും ചെയ്തത്. ഉദ്യോഗസ്ഥരുടെ ഈ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഈ സ്റ്റേഡിയം വിട്ടു നൽകിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് തന്നെ സംഘാടകർ ഈ പറഞ്ഞ തുക ബാങ്കിൽ, ധനലക്ഷ്മി ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അടച്ചപ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, കോർപ്പറേഷൻ എന്നിവരുടെ NOC വാങ്ങാതെയാണ് ഈ പണം അടയ്ക്കുകയും അനുമതിക്ക് ഇവർക്ക് സ്റ്റേഡിയം വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ചെയർമാൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടപാടിൽ ദുരൂഹതയുണ്ട്, ചെയർമാൻ വളരെ പെട്ടെന്ന് അനുമതികളില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയത് ദുരൂഹമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും GCDAയുടെ ഉദ്യോഗസ്ഥർ എഴുതിയ നോട്ടിൻ്റെ പകർപ്പാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ടർഫ് നശിപ്പിക്കുന്ന രീതിയിൽ ഈ ഇടപെടൽ നടന്നത്, സ്റ്റേഡിയം വിട്ടുകൊടുത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് പരാതിയിൽ ത്വരിത അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു. റിജിത്ത്. ശരി, S. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്റ്റേഡിയം അനുവദിച്ചത്, ഈ പരിപാടിക്ക് സ്റ്റേഡിയം അനുവദിച്ചത് GCDA ചെയർമാൻ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്.